ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായി ഇന്ത്യ ഭൂട്ടാൻ സംയുക്ത കസ്റ്റംസ് യോഗം മൂന്നാറിൽ ആരംഭിച്ചു. ഇന്ത്യയിലെയും ഭൂട്ടാനിലെയും ഉന്നത ഉദ്യോഗസ്ഥരടക്കം 25 പേരാണ് മൂന്നാറിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇരു രാജ്യങ്ങളും വാഹന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഇതുവരെ ശേഖരിച്ച നിർണായക വിവരങ്ങൾ യോഗത്തിൽ പങ്കുവയ്ക്കും. ഭൂട്ടാൻ വഴി ഇന്ത്യയിലേക്ക് നികുതി വെട്ടിച്ച വാഹനങ്ങൾ കടത്തുന്ന സംഘങ്ങളെ കണ്ടെത്താനും നിയമ നടപടികൾ കർശനമാക്കാനുമുള്ള മാർഗരേഖ യോഗം തയ്യാറാക്കും. ഭൂട്ടാൻ കസ്റ്റംസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള 10 ഉന്നത ഉദ്യോഗസ്ഥരാണ് കേരളത്തിലെത്തിയത്. മൂന്നാറിൽ 4 ദിവസം നടക്കുന്ന യോഗത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള 15 ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ഇടയ്ക്കിടെ നടക്കാറുള്ള സംയുക്ത യോഗമാണെങ്കിലും വാഹന കള്ളക്കടത്തും നികുതി വെട്ടിപ്പും തടയുന്നതിനായുള്ള ഓപ്പറേഷൻ നുങ്കോർ തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. ഇരു രാജ്യങ്ങളും വാഹന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഇതുവരെ ശേഖരിച്ച നിർണായക വിവരങ്ങൾ യോഗത്തിൽ പങ്കുവയ്ക്കും. ഭൂട്ടാൻ വഴി ഇന്ത്യയിലേക്ക് നികുതി വെട്ടിച്ച് വാഹനങ്ങൾ കടത്തുന്ന സംഘങ്ങളെ കണ്ടെത്താനും നിയമ നടപടികൾ കർശനമാക്കാനുള്ള മാർഗരേഖ യോഗം തയ്യാറാക്കും. ഭൂട്ടാനിൽ നിന്ന് ഏകദേശം 15,000-ഓളം വാഹനങ്ങൾ അനധികൃതമായി ഇന്ത്യയിലേക്ക് കടത്തിയെന്നാണ് കണ്ടെത്തൽ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് ഈ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തത്. അസമിൽ മാത്രം 464 വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തി. വിദേശ നിർമ്മിത സൂപ്പർ കാറുകളും വില കൂടിയ ബൈക്കുകളുമാണ് പ്രധാനമായും കടത്തിയത്. ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് മാത്രം ഇതുവരെ 50-ലധികം ആഡംബര വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ആഡംബര വാഹനങ്ങൾ സ്വന്തമാക്കിയതായും കണ്ടെത്തിയിരുന്നു. മീഡിയ 1